നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെ കടന്നു പോകുമ്പോൾ ആ രാജ്യത്തെ പൗരന്മാരായ നാം അപമാനഭാരം കൊണ്ട് തലകുനിക്കുന്നു. ജനജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട, ആരോഗ്യകരമായ രാഷ്ട്രീയ സംവാദം നടക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പിൽ പുഴുത്ത വർഗീയത മാത്രം വിഷയമാക്കുകയും അറപ്പില്ലാതെ അതുമാത്രം പ്രസംഗിച്ച് നടക്കുകയും ചെയ്യുന്നു ഒരു കൂട്ടർ. മതവും ജാതിയുമൊന്നും വോട്ട് പിടിക്കാൻ ഉപയോഗിക്കരുത് എന്നെഴുതി വച്ചിരിക്കുന്ന നമ്മുടെ പെരുമാറ്റച്ചട്ടത്തിന് മേൽ നാണമില്ലാതെ അടയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജൂൺ 4 വിധി വരുമ്പോൾ ആര് ജയിച്ചാലും പുഴുത്തുനാറുന്ന വർഗീയത വിളമ്പിയ തെരഞ്ഞെടുപ്പ് എന്ന ദുർഗന്ധപൂരിതമായ ചരിത്രം നാം രേഖപ്പെടുത്തി കഴിയും. ലോകമുറ്റുനോക്കുന്ന ഒരു ജനവിധി പ്രക്രിയയെ ഇவ்விധം മലീമസമാക്കാൻ ഒരു കൂട്ടർക്ക് മാത്രം കഴിയുന്നത് എങ്ങനെയാണ്? മനുഷ്യരെ തമ്മിലടിപ്പിച്ച് ചോര ചിന്തിക്കുന്ന വർഗീയതയ്ക്ക് ഉലയൂതുന്നവർ നമ്മുടെ സമാധാന ജീവിതത്തോട് ചെയ്യുന്നത് എന്താണ്? ഇന്ത്യ എന്ന മഹത്തായ രാഷ്ട്രം കെട്ടിയുണ്ടാക്കുമ്പോൾ നമ്മുടെ പൂർവികർ കണ്ട സ്വപ്നത്തെ വഴിയിലിട്ട് തീ കൊടുക്കുന്നു ഈ ഭരണകൂടം. നമുക്ക് അതിൽ നിന്ന് ഒരു മോചനം വേണ്ടേ? पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है। इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे। घुसपैठियों को बांटेंगे। क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा? आपको मंजूर है? ये कांग्रेस का मैनिफेस्टो कह रहा है. 10 വർഷത്തെ ഭരണത്തിന് ശേഷം ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും ഇറങ്ങുമ്പോൾ ഭരണ നേട്ടങ്ങളും പുതിയ സ്വപ്നങ്ങളുമാണ് പങ്കുവെക്കുകയെന്ന് പറഞ്ഞ മോദി പക്ഷേ ഇപ്പോൾ നമ്മോട് പറയുന്നത് എന്താണ്? ഒരുമിച്ച് ജീവിക്കാൻ, ഇടകലർന്ന് സ്നേഹിക്കാൻ പഠിച്ച നമ്മളോട് നമ്മുടെ ഭരണാധികാരി എന്താണ് പറയുന്നത്? തൻ്റെ ഭരണവും അധികാരവും ന്യൂനപക്ഷ മതങ്ങളെ പാഠം പഠിപ്പിക്കാനുള്ളതാണെന്ന് പറയാതെ പറയുന്നു മോദി. എന്നെ വിജയിപ്പിച്ചില്ലെങ്കിൽ മുസ്ലിങ്ങൾ എല്ലാം കൊണ്ടുപോകുമെന്ന് അറപ്പില്ലാതെ പ്രസംഗിച്ച് ഭയം വിതയ്ക്കുന്നു മോദി. ഈ രാജ്യത്തെ തുല്യാവകാശങ്ങളുള്ള പൗരസമൂഹമായ മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്നും കൂടുതൽ കുട്ടികളുള്ളവരെന്നും വിളിച്ച് ആക്ഷേപിക്കാൻ ഒരു സദസ്സും ആ നേതാവിന് തടസ്സമാകുന്നില്ല. അതിന് കൈയടിക്കാൻ ഒരു ആൾക്കൂട്ടത്തെ അവർ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വേറെ യാഥാർത്ഥ്യം. പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടച്ചിട്ടു, അവരുടെ കയ്യിലെ പണമെല്ലാം പുറത്തെടുക്കാൻ കഴിയാത്ത വിധം പൂട്ടിവെച്ചിട്ടും തീർന്നിട്ടില്ല ജനാധിപത്യം എന്ന ആശയത്തോടുള്ള മോദി സഖ്യത്തിൻ്റെ കലി. അതാണ് തുടരെയുള്ള വർഗീയ പ്രസംഗങ്ങളിലൂടെ വെളിവാകുന്നത്. He is acting like a petty politician. Like what he said earlier, what he said 2019 election, and what he is telling now. He has forgotten everything. He said 2 crore job every year I will give youths. Where is that 2 crores? Whether we are lying or Prime Minister lying, you have to judge. അവസാന ബജറ്റ് പ്രസംഗത്തിലും പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന ദിനത്തിനുമെല്ലാം ഞങ്ങൾ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് വർദ്ധിത ആത്മവിശ്വാസത്തോടെ ആവർത്തിച്ച നരേന്ദ്രമോദി സർക്കാരിന് അതിവേഗത്തിൽ പ്രതീക്ഷ മങ്ങിപ്പോയത് എങ്ങനെയാണ്? നിർമ്മാണം പൂർത്തിയാവും മുമ്പേ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി ഉദ്ഘാടനം നിർവഹിച്ച അയോധ്യയിലെ ക്ഷേത്രവും കശ്മീരും പൗരത്വ നിയമവുമൊക്കെ വെറുതെ വോട്ടിംഗ് കൊണ്ടുവന്നോളും എന്നതായിരുന്നോ മോദി സഖ്യത്തിൻ്റെ പ്രതീക്ഷ? എന്നാൽ അവസാന ഘട്ടത്തിൽ പുറത്തുവന്ന സർവേകളെല്ലാം മോദിയുടെ കണക്കുകൂട്ടലിനും അപ്പുറത്താണ് ജനമനസ്സെന്ന് വിളിച്ചു പറഞ്ഞു. രാമക്ഷേത്ര നിർമ്മാണം BJP സർക്കാരിൻ്റെ നേട്ടമാണെന്ന് പറയുന്ന അത്രയുമോ അതിലധികമോ ജനങ്ങൾ വിലക്കയറ്റം മൂലം ജീവിക്കാനാവുന്നില്ലെന്ന് തുറന്നു പറയുന്നു. സർവേയിൽ പങ്കെടുത്ത മനുഷ്യർ ചൂണ്ടിക്കാട്ടിയ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. ഇതൊരു ഹിന്ദു രാഷ്ട്രമല്ലെന്നും
ഇവിടെ എല്ലാവർക്കും തുല്യാവകാശമുണ്ടെന്നും 80%-ലധികം ആളുകൾ അഭിപ്രായപ്പെട്ടു. ഉത്തരേന്ത്യയിലെ ഹിന്ദി ഹൃദയ ഭൂമികയിൽ വിചാരിച്ചത്ര സീറ്റുകൾ നേടാൻ കഴിയില്ല BJPക്ക് എന്ന് BJPയുടെ തന്നെ ആഭ്യന്തര സർവേകൾ കണ്ടെത്തിയെന്ന് റിപ്പോർട്ട് ചെയ്തത് ദേശീയ മാധ്യമങ്ങളാണ്. ഉറപ്പിച്ച മേഖലകൾ പലതും കൈവിട്ടു പോകുമെന്ന് മനസ്സിലായതോടെ ഗോദി മീഡിയകൾ പലതും സർവേ റിപ്പോർട്ടുകൾ മുക്കിയെന്നും കേട്ടു. മനുഷ്യരുടെ വിശപ്പിന് മീതെ കെട്ടിയുണ്ടാക്കുന്ന ഒരു നിർമ്മിതിയും ഒരു പ്രതിമയും അനാദികാലത്തേക്ക് വോട്ട് കൊണ്ടുതരില്ലെന്ന് മോദിക്ക് തിരിച്ചറിയാനായ നിമിഷമാകണം അത്. He must have got his intelligence reports, what has happened. So now BJP is falling back on its stock in trade, as it's called. This is its regular business of trying to create polarization. Modi ji afraid of this invisible voters who will come out in the elections. That's why Modi ji always criticizing Congress. If Congress is nothing, why should he bother? He says, "Ab ke baar, 400 par." If you have got 400 this time, but you are moving 2014 and 2019 more than that you are working. മോദിയുടെ മുഖം കണ്ടാൽ വികാസ് പുരുഷ് എന്ന് ഉറക്ക വിളിച്ച് 400 സീറ്റ് തളികയിൽ കൊണ്ടുവന്ന് തരും ജനം എന്ന് വിചാരിച്ചുവെങ്കിൽ അത് തെറ്റിയെന്ന് BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർക്കും പിടികിട്ടി കാണണം. കാരണം മോദി ഭരിച്ച 10 ആണ്ട് അരിക്കും ധാന്യങ്ങൾക്കും വില കുറഞ്ഞില്ലെന്ന്, തൊഴിൽ കിട്ടിയില്ലെന്ന്, പണക്കാർ പിന്നെയും പണക്കാരായതല്ലാതെ പാവപ്പെട്ടവൻ്റെ ദുർഗതിയൊന്നും മാറിയിട്ടില്ലെന്നും ജനം ഓർത്തു വച്ചിരിക്കുന്നു. അപ്പോഴാണ് മോദിയുടെ ഏറ്റവും വലിയ സ്കിൽ ഏരിയ ഉപയോഗപ്പെടുത്താൻ BJP തീരുമാനിക്കുന്നത്. തുറന്ന വർഗീയതയുടെ അളവില്ലാത്ത പ്രവാഹം അവിടെ തുടങ്ങുകയായി. അവിടെ തുടങ്ങുന്നു എന്ന് പറയുന്നതിൽ പിഴവുണ്ട്. മോദിയുടെ രാഷ്ട്രീയ സപര്യയുടെ ചരിത്രം പരിശോധിച്ചാൽ അവയിൽ ഉടനീളം ഇത്തരം വർഗീയ പ്രസംഗങ്ങളുടെ നിഴല് വീണ് കിടക്കുന്നത് കാണാം. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി രംഗപ്രവേശം ചെയ്തത് മുതൽ ഇങ്ങോട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കും വരെയും തൻ്റെ വിഭജന വർത്തമാനത്തിന് അദ്ദേഹം വിരാമമിട്ടിട്ടില്ല. 2019 തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ വർഗീയതയെ കൂട്ടുപിടിച്ചയാളാണ് മോദി. 2024 തെരഞ്ഞെടുപ്പിൽ അതിലും വലിയ വിഷവാചകങ്ങൾ വേണമെന്ന് തോന്നുന്നു മോദിക്ക്. ഞാനല്ലാതെ മറ്റാരധികാരത്തിൽ വന്നാലും സ്ത്രീകളുടെ കെട്ടുതാലി വരെ പിടിച്ചെടുത്ത് അപ്പുറത്തുള്ളവർക്ക് കൊടുക്കുമെന്ന് പറയുന്നു മോദി. അപ്പുറത്തുള്ളവർ ആരാണ്? അതിലും വ്യക്തത വരുത്തുന്നുണ്ട് അതേ പ്രസംഗത്തിൽ മോദി. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എല്ലാം നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും കൊടുക്കുമെന്നാണ് ആദ്യം പറഞ്ഞത്. ആരാണ് നുഴഞ്ഞുകയറ്റക്കാർ? ആരാണ് കൂടുതൽ കുട്ടികളുള്ളവർ? വസ്തുതാപരമായും യുക്തിസഹമായും ഒക്കെ പരിശോധിച്ചാൽ മോദി പറയുന്നത് വിവരദോഷമാണെങ്കിലും ഉന്നം എങ്ങോട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. അപ്പോൾ കോൺഗ്രസിൻ്റെ അടുപ്പക്കാർ ആരാണെന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ കെട്ടുതാലിയും കൂടി പിടിച്ചെടുത്ത് അവർ അടുപ്പക്കാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീതിപ്പെടുത്താനാണ് മോദിയുടെ ശ്രമം. സ്വന്തം പൗരന്മാരെ ഒരിഞ്ച് കുറ്റബോധമില്ലാതെ രണ്ടാക്കി വിഭജിച്ച് അതിൽ ഒരു പക്ഷത്തിൻ്റെ മാത്രം പ്രതിനിധിയാണ് താനെന്ന മട്ടിൽ സംസാരിക്കുക. ഇന്ത്യ അതിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ എവിടെയും ഇത്ര വലിയ വിഭജന നയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനമന്ത്രിയെയോ തെരഞ്ഞെടുപ്പിനെയോ കണ്ടിട്ടുണ്ടാവില്ല. വെറുപ്പ് മാത്രമല്ല, വ്യാജവും കൂടിയാണ് ആളുകളെ പറ്റിക്കാൻ മോദി പ്രസംഗിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സമ്പത്തിന് മുഴുവൻ മുസ്ലിങ്ങളാണ് ആദ്യ അവകാശികളെന്നും എല്ലാം അവർക്ക് കൊടുക്കണമെന്നും ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രസംഗിച്ചിട്ടുണ്ടെന്നും അതെടുത്തു പറയുക മാത്രമാണ് മോദി ചെയ്തത് എന്നുമാണ് BJP നേതാക്കളുടെ വിശദീകരണം. എന്നാൽ മൻമോഹൻ സിംഗ് പ്രസംഗിച്ചത് എന്താണ്? രാജ്യത്തെ എല്ലാ മേഖലകളിലും മുസ്ലിം ജീവിതം ദുരിതപൂർണമാണ് എന്ന സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് മൻമോഹൻ സിംഗിൻ്റെ ആ പ്രസംഗം. സമ്പത്തിൻ്റെ ശരിയായ വിതരണം ഉണ്ടായിട്ടില്ലെന്നും മുസ്ലിം ജനവിഭാഗത്തിന് അർഹമായ പ്രാതിനിധ്യം വിഭവാധികാരത്തിലും തൊഴിൽ മേഖലയിലുമൊന്നും ഉണ്ടായിട്ടില്ല എന്നുമാണ് സച്ചാർ റിപ്പോർട്ടിൻ്റെ കാതൽ. അപ്പോഴാണ്
SC/ST-കൾ, മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവരുടെ ഉന്നമനത്തിനുള്ള പരിപാടികൾ, ന്യൂനപക്ഷങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ഘടക പദ്ധതികൾ ഇവ പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഡോക്ടർ സിംഗ് പ്രസംഗിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വികസനത്തിൻ്റെ ഫലങ്ങളിൽ തുല്യമായി പങ്കുചേരുന്നതിന് നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. വിഭവങ്ങളെക്കുറിച്ചുള്ള ആദ്യ അവകാശവാദം എന്ന പ്രധാനമന്ത്രിയുടെ പരാമർശം സമൂഹത്തിൻ്റെ പുറമ്പോക്കിലായ എല്ലാവരെയും കുറിച്ചുള്ള ഒരു ഭരണകൂടത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അതിൽ മുസ്ലിങ്ങൾക്ക് ആദ്യാവകാശമെന്ന വാചകം മാത്രം മുറിച്ചെടുത്ത് വെറുപ്പിനുപാധിയാക്കുന്നു സംഘപരിവാരം. അല്ലെങ്കിൽ തന്നെ 55 വർഷം നാട് ഭരിച്ച കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് മാത്രമായി എന്താണ് ഈ രാജ്യത്ത് ചെയ്തു കൊടുത്തത് എന്ന് പരിശോധിക്കുന്ന ആർക്കും സംഘപ്രചാരണത്തിലെ പൊള്ളത്തരം, ദുരുദ്ദേശം പിടികിട്ടും. അതുമാത്രമല്ല, ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞത് മോദി ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് പറയുന്നതിലുമുണ്ട് ഗുരുതരമായ നുണ. മോദി പ്രസംഗിച്ചത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും എല്ലാം കൊടുക്കുമെന്നാണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് അത്തരമൊരു വൃത്തികേട് എവിടെയും പ്രസംഗിച്ചിട്ടില്ല. നുഴഞ്ഞുകയറ്റക്കാർ, കൂടുതൽ കുട്ടികളുള്ളവർ എന്നതുപോലെയുള്ള അപരവിദ്വേഷ വാചകങ്ങൾ ഡോക്ടർ സിംഗിൻ്റെ വായിൽ നിന്ന് ഇന്നോളം വന്നിട്ടില്ല. സഹോദരിമാരെ, നിങ്ങളുടെ കെട്ടുതാലി വരെ കോൺഗ്രസ് കൊള്ളയടിക്കും, അതവരുടെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് എന്നാണ് മോദി രാജസ്ഥാനിൽ പ്രസംഗിച്ചത്. എന്നാൽ അത് വിദ്വേഷമാണെന്ന് മാത്രമല്ല, കല്ലുവെച്ച നുണയുമാണ്. Modi also says Congress manifesto is Muslim League manifesto. I request him, if he gives me time, I will take my manifesto and I will explain him where is the word Muslim. For only for Muslim we are doing it. Simply he is dividing the society. He want to tell Hindu, he want to create Hindu Muslim. ഞങ്ങളുടെ പ്രകടന പത്രിക നിങ്ങൾക്ക് അയച്ചു തരട്ടെ, അതിലെവിടെയാണ് ഈ പരാമർശങ്ങളുള്ളത് എന്ന് കാട്ടിത്തരാമോ എന്ന മല്ലികാർജുൻ ഖാർഗെയുടെ ചോദ്യത്തിന് മോദിക്ക് ഉത്തരമില്ല. അതുമാത്രമല്ല, സഹോദരിമാരെ എന്ന് വിളിച്ചുകൊണ്ടാണ് മോദി കെട്ടുതാലിയെക്കുറിച്ചുള്ള ഭയം പങ്കുവെക്കുന്നത്. സഹോദരിമാരെക്കുറിച്ച് ഇത്രയധികം ആകുലതയുള്ള മോദിക്ക് കേൾക്കാൻ കർണാടകയിൽ നിന്ന് 3000-ഓളം സ്ത്രീകളുടെ ഒരു വിലാപസ്വരം അലയടിക്കുന്നുണ്ട്. മോദി സഖ്യത്തിലെ പ്രധാന കക്ഷിയായ JDS-ലെ മുഖ്യ നേതാക്കളിൽ ഒരാളായ പ്രജ്വൽ രേവണ്ണ 3000-ഓളം സ്ത്രീകളെ പീഡിപ്പിച്ച് അത് വീഡിയോ പകർത്തി സൂക്ഷിച്ച കേസിൽ ഇതുവരെ പ്രതികരിക്കാത്തയാളാണ് മോദിജി. JDS-ന് വേണ്ടി പ്രചാരണത്തിന് വരികയും അവരെ വിജയിപ്പിക്കുക വഴി തൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുകയും ചെയ്യൂ എന്ന് ആഹ്വാനം ചെയ്ത മോദിജിക്ക് പ്രജ്വൽ രേവണ്ണയുടെ ബലാത്സംഗ വീഡിയോകളെക്കുറിച്ച് മൗനം മാത്രം. ഗുസ്തി ഫെഡറേഷൻ്റെ തലപ്പത്തിരുന്ന മുതിർന്ന BJP നേതാവ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരായി രാജ്യത്തെ വനിതാ കായിക താരങ്ങൾ ഉയർത്തിയ പരാതികളിലും മൗനിയായിരുന്നു മോദി. ഗുരുതര കുറ്റകൃത്യങ്ങൾ ചെയ്തുവെന്ന് പോലീസ് തന്നെ കണ്ടെത്തിയ ബ്രിജ്ഭൂഷണെ പിണക്കാൻ മോദി സഖ്യം ഇപ്പോഴും തയ്യാറല്ല. അതുകൊണ്ട് അയാളുടെ മകന് ഇഷ്ടപ്പെട്ട സീറ്റ് കൊടുത്ത് തൃപ്തിപ്പെടുത്തിയത് നാം കണ്ടു. രാജ്യത്തെ പെൺമക്കളാകെ തോറ്റുവെന്നാണ് കായിക താരം സാക്ഷി മാലിക് അത് കണ്ട് നിരാശപ്പെട്ട് പറഞ്ഞത്. പക്ഷേ മോദിക്ക് അത് വിഷയമല്ല. ഏത് അനീതിയും നിറവേറ്റാനും അതിന്മേലുള്ള ചോദ്യങ്ങളോട് മൗനം അവലംബിക്കാനും മോദിക്ക് കഴിയും. മണിപ്പൂരിലെ കലാപം മാസങ്ങൾ പിന്നിട്ടിട്ടും അതിനെക്കുറിച്ച് നിശബ്ദത പാലിച്ച മോദിയെ നമുക്കോർമ്മയുണ്ട്. ഒടുക്കം 2 യുവതികളെ നഗ്നരാക്കി നടത്തി പീഡിപ്പിച്ച സംഭവം കണ്ട് ലോകമാകെ ഞെട്ടിയപ്പോഴാണ് അദ്ദേഹം എന്തെങ്കിലും ഒന്ന് മിണ്ടാൻ തയ്യാറായത്. പക്ഷേ പിന്നെയും നീണ്ടു കലാപം. ബിൽക്കിസ് ബാനുവിൻ്റെ പെൺകുഞ്ഞിനെ കൊന്നവരെ, ബാനുവിനെ നിഷ്ഠൂരമാവിധം ബലാത്സംഗം ചെയ്തവരെ ശിക്ഷ തീരും മുൻപേ ഇറക്കിവിട്ടതിനെക്കുറിച്ചും മോദിക്ക് മൗനമായിരുന്നു. കത്തുവയിൽ, ഉന്നാവിൽ രാജ്യത്തെ പെൺമക്കളുടെ മരണവിലാപം ഉയർന്ന ഇടങ്ങളിലെല്ലാം മിണ്ടാതിരുന്ന മോദിക്ക് നാരീശക്തി എന്ന് പ്രസംഗിക്കാൻ എത്ര അർഹതയുണ്ട് എന്ന് രാജ്യം ചോദിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തേത്. മെയ് 2 ഗുജറാത്തിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ മോദി പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സർക്കാർ ടെൻഡറുകളിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക ക്വാട്ട ഏർപ്പെടുത്തും എന്നാണ്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക സകല കാര്യത്തിലും ഒരു പ്രത്യേക വിഭാഗത്തോട് പ്രീതിയും പ്രീണനവും നിറഞ്ഞതാണെന്നും
മോദി പ്രസംഗിക്കുന്നു. എന്നാൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നത് എന്താണ്? പബ്ലിക് പ്രൊക്വയർമെൻറ്റ് പോളിസിയുടെ വ്യാപ്തി വിപുലീകരിക്കും. SC/ST വിഭാഗങ്ങളിൽപ്പെട്ട കരാറുകാർക്ക് കൂടുതൽ പൊതുമരാമത്ത് കരാറുകൾ നൽകും. പ്രകടന പത്രികയിൽ പറയുന്നത് ഇതാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതു തൊഴിൽ, പൊതുമരാമത്ത് കരാറുകൾ, നൈപുണ്യ വികസനം, കായികം, സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ വിവേചനമില്ലാതെ ന്യൂനപക്ഷങ്ങൾക്ക് തുല്യമായ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും. ഇതിലെവിടെയാണ് മതപരമായ പ്രീണനം? എല്ലാവർക്കും തുല്യമായ അവസരമുണ്ടാക്കുമെന്നും SC/ST വിഭാഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ കൊടുക്കുമെന്ന് പറയുന്നതിനെ വളച്ചൊടിച്ച് നുണ പറയുന്നു മോദി. അല്ലെങ്കിൽ തുല്യത എന്ന ആശയത്തോടുള്ള അദ്ദേഹത്തിൻ്റെ കടുത്ത അസഹിഷ്ണുതയാണ് ഈ പ്രസംഗത്തിലൂടെ വ്യക്തമാകുന്നത്. ഒറ്റനോട്ടത്തിൽ കൊടും വർഗീയതയെന്ന് ആർക്കും മനസ്സിലാകുന്ന പ്രസംഗത്തിൽ പക്ഷേ ഒരു നടപടിയും എടുക്കാൻ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ നിരവധിയായ പരാതികൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഒന്നിൽ പോലും നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിരുന്നില്ല. കമ്മീഷന്റെ പക്ഷപാത സമീപനത്തിൽ വിയോജിച്ചുകൊണ്ട് ഒരു കമ്മീഷൻ അംഗം ഇറങ്ങിപ്പോയത് നാം കണ്ടതാണ്. 2019 സമാനമായി കമ്മീഷന്റെ നിസ്സംഗ സമീപനത്തിൻ്റെ ആവർത്തനമാണ് 2024 ഇന്ത്യ കാണുന്നത്. പെരുമാറ്റച്ചട്ട ലംഘനം ഒരു നിലയ്ക്കും അനുവദിക്കില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് കമ്മീഷൻ പറഞ്ഞതെങ്കിലും അത് വെറും വെള്ളത്തിൽ വരച്ച വരയാണെന്ന് ബോധ്യപ്പെടാൻ അധിക ദിവസമൊന്നും വേണ്ടി വന്നില്ല. പ്രചാരണം ആരംഭിച്ചത് മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മതവർഗീയത പ്രധാന വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മുടെ കമ്മീഷന് ഒരു പ്രശ്നവും തോന്നുന്നില്ല. മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് മോഡി കോഡ് ഓഫ് കോണ്ടക്റ്റായി മാറിയില്ലേ എന്ന ചോദ്യത്തിന് മൗനം അവലംബിച്ച ഭരണകൂട പ്രധാനികൾക്കെതിരായ പരാതികളിൽ നിന്ന് ഒളിച്ചോടിയ കമ്മീഷനിൽ നിന്ന് ഇതല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതുമില്ല. बंगाल में हिंदुओं के साथ क्या हो रहा है? ऐसा लग रहा है यहाँ हिंदुओं को बंगाल में टीएमसी की सरकार ने यहाँ हिंदुओं को दोयम दर्जे का नागरिक बना करके रख दिया. രാജ്യത്തെ ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുകയാണെന്നും ഞാനല്ലാതെ കോൺഗ്രസോ മറ്റോ അധികാരത്തിലെത്തിയാൽ ഹിന്ദുക്കൾക്ക് പിന്നെ രക്ഷയില്ലെന്നും പറയുന്ന പ്രധാനമന്ത്രി മോദിയോട് ന്യായമായൊരു ചോദ്യം തിരികെയുണ്ടല്ലോ. 10 വർഷം ഭരിച്ചിട്ട് രാജ്യത്തെ ഹിന്ദുക്കളെ സാമൂഹ്യപരമായും സാമ്പത്തികമായുമൊക്കെ ശാക്തീകരിക്കുന്നതിൽ താങ്കൾ എന്താണ് ചെയ്തത്? 10 ആണ്ടത്തെ ഭരണകാലത്തിനു ശേഷവും ഹിന്ദുക്കളുടെ പേരിൽ ഇരവാദം പറയുന്ന മോദി അവർക്ക് വേണ്ടി എന്തു ചെയ്യുമെന്നാണ് ഹിന്ദുക്കൾ തന്നെയും വിചാരിക്കേണ്ടത്? അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ച് ഇടിയുമ്പോഴും ഇവിടെ വില കുറയാതെ പാവപ്പെട്ടവൻ്റെ പള്ളയ്ക്ക് കുത്തുന്നു ഈ ഭരണകൂടം. ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മാത്രമാണോ അത് ബാധിക്കുന്നത്? ഹിന്ദുക്കളെയും അത് ബാധിക്കുന്നുണ്ട്. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ബാധിക്കുന്നവരിലും ഏറ്റവും വലിയ സമൂഹം ഈ രാജ്യത്തെ ഹിന്ദുക്കളാണ്. പിന്നെ ഹിന്ദുവിനെ എങ്ങനെ ഉയർത്തിയെന്ന് ശാക്തീകരിച്ചുവെന്നാണ് മോദി പറയുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവും ഉണ്ടാവില്ല. പക്ഷെ പിന്നെയും ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞ് നല്ലൊരു വിഭാഗത്തെ അടർന്നു പോകാത്ത വോട്ട് ബാങ്കായി ഒപ്പം നിർത്താനാകുന്നു എന്നതാണ് മോദിയുടെ ഇതുവരെയുള്ള വിജയം. എന്നാൽ മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. എല്ലായ്പ്പോഴും തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിച്ചിരുന്നത് BJPയും അതിൻ്റെ തലതൊട്ടപ്പനായ മോദിയുമായിരുന്നെങ്കിൽ ഇത്തവണ സാഹചര്യം അതല്ല. രാമക്ഷേത്ര നിർമ്മാണത്തെ മുൻനിർത്തി മറ്റെല്ലാത്തിനെയും അപ്രസക്തമാക്കാനുള്ള BJPയുടെ പദ്ധതി ഇത്തവണ വിജയിച്ചിട്ടില്ല. രാമക്ഷേത്രം നിർമ്മിച്ചത് BJP സർക്കാരിൻ്റെ കാലത്തെ ശ്രദ്ധേയ നടപടിയാണെന്ന് സർവേകളിൽ 20%-ലധികം പേർ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും അതിലുമധികം ആളുകൾ വിലക്കയറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നതാണ് BJPയെ ഞെട്ടിക്കുന്നത്. തൊഴിലില്ലായ്മയും ബീഹാർ, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലെ മനുഷ്യർ പ്രധാന വിഷയമാക്കി ഉയർത്തുന്നു. ഇന്ത്യ സഖ്യമാവട്ടെ BJP മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളിൽ സ്പർശിക്കാതെ ജനജീവിത പ്രശ്നങ്ങളിൽ മാത്രം ഊന്നുന്നു. ഓരോയിടത്തും പ്രാദേശികമായ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. മോദിയുടെ പഴയ വാഗ്ദാനങ്ങളും അതിലെ നിരർത്ഥകതയും അവർ വിഷയമാക്കുന്നു. ഇതിൽ പരിഭ്രാന്തനായ മോദി നിരന്തരം വർഗീയത പ്രസംഗിക്കുന്നു. മോദി കി ഗ്യാരണ്ടി, അബ് കി പാർ, 400 പാർ പോലെയുള്ള മുദ്രാവാക്യങ്ങളിൽ നിന്ന് മാറി ഹിന്ദുക്കളുടെ രക്ഷയ്ക്കായി BJPയെ ജയിപ്പിക്കൂ എന്ന പഴയ പല്ലവി പല വഴിക്ക് പറയുന്നു മോദി. മോദിയുടെ വെപ്രാളത്തിന്
പല കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും. ആദ്യ 2 ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ 2019 സമാനമായ ആവേശം രാജ്യത്ത് പ്രകടമല്ല എന്നതാണ് പ്രധാന കാരണം. 2019 അപേക്ഷിച്ച് ആദ്യ 2 ഘട്ടങ്ങളിലെ വോട്ടർമാരുടെ പങ്കാളിത്തം 4 മുതൽ 6% വരെ കുറഞ്ഞതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നുവെച്ചാൽ രാജ്യത്ത് ഏതെങ്കിലും വിധമുള്ള ഒരു തരംഗം ഇല്ലെന്ന് അനുമാനിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. മോദി എന്ന ഫിഗറും രാമക്ഷേത്രം പോലെയുള്ള വിഷയങ്ങളും വോട്ടർമാരെ ആവേശഭരിതരാക്കുന്നില്ലേ എന്ന് BJP ആശങ്കപ്പെടുന്നുണ്ടാവണം. 2019 പോരാട്ടത്തിൽ ഹിന്ദി ഹൃദയ ഭൂമികയിലെ 200 സീറ്റുകളിൽ 90% BJP നേടിയിരുന്നു. എന്നാൽ ഇത്തവണ സാഹചര്യം വ്യത്യസ്തമാണെന്ന് വിവിധ സർവേ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഉത്തർപ്രദേശ്, ബീഹാർ, ഡൽഹി എന്നിവിടങ്ങളിൽ BJPയുടെ വെല്ലുവിളിയെ ഇന്ത്യ സഖ്യം ആരോഗ്യകരമായി തന്നെ നേരിടുമെന്ന് സർവേകൾ പറയുന്നു. രാജസ്ഥാനിലും മധ്യപ്രദേശിലും വിചാരിച്ചത്ര സീറ്റുകൾ BJPക്ക് നേടാനാവില്ലെന്നാണ് സർവേകളുടെ പൊതുസ്വഭാവം. ഒപ്പം മുൻപ് പറഞ്ഞതുപോലെ തൊഴിലില്ലായ്മ, ഉയർന്ന ജീവിത ചെലവ് എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പ്രശ്നങ്ങൾ, സർക്കാർ ജോലികൾക്കുള്ള പരീക്ഷകൾ റദ്ദാക്കൽ, കരസേനാ റിക്രൂട്ട്മെന്റിലെ പുതിയ ഏർപ്പാടുകൾ, ചെലവ് കൂടുകയും കാർഷിക മേഖലയിലെ വരുമാനം കുറയുകയും ചെയ്യുന്നത് പോലെയുള്ള പ്രധാന പ്രശ്നങ്ങളാണ് ഉത്തരേന്ത്യൻ പ്രചാരണത്തിലെ കേന്ദ്ര ഘടകങ്ങൾ. ഉത്തരേന്ത്യക്ക് പുറത്തുനിന്ന് പരമാവധി സീറ്റുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യമാകട്ടെ വിജയസാധ്യത കുറഞ്ഞ ഒരു യജ്ഞമായി അവശേഷിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഹിന്ദി ഹൃദയഭൂമിയിലുടനീളം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലും മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കും സംവരണ ആനുകൂല്യങ്ങളെക്കുറിച്ച് ഭയമുണ്ട്. ഭരണഘടന തിരുത്തുക വഴി വിദ്യാഭ്യാസത്തിലും തൊഴിലിലും തങ്ങളുടെ അവകാശങ്ങളുടെയും സംവരണാനുകൂല്യങ്ങളുടെയും വേരറുക്കുമോ BJP എന്ന് അവർ ഭയപ്പെടുന്നു. ജാതി സെൻസസ് ആവശ്യം ശക്തമാക്കിയ ഇന്ത്യ സഖ്യം ബീഹാറിൽ BJPയെയും നിതീഷ് കുമാറിനെയും ഒരേപോലെ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ BJP രാജ്യത്തെ ദലിത് വോട്ടിൻ്റെ 47% നേടിയിട്ടുണ്ട്. അയോധ്യ മൂവ്മെന്റിന് ശേഷം OBC വിഭാഗങ്ങളിലേക്കും അവർക്ക് വലിയ കടന്നുകയറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഈ വോട്ടിംഗ് പാറ്റേണിൽ ഭാഗികമായ മാറ്റമെങ്കിലും കൊണ്ടുവരാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞാൽ BJPക്ക് അത് മഹാപ്രഹരമാകും. ഈ സാധ്യതകളെ മറികടക്കാൻ ആവുന്നതെല്ലാം പയറ്റുന്നതിൻ്റെ ഭാഗമാണ് മോദിയുടെ കണ്ണും മൂക്കുമില്ലാത്ത വർഗീയ പ്രസംഗങ്ങൾ. മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളിൽ ഒരു ഭരണകൂടം എങ്ങനെ ഇടപെട്ടു എന്നതാവണം ഓരോ തെരഞ്ഞെടുപ്പിലും പ്രധാന വിഷയമാവേണ്ടത്. രാജ്യത്തെ ഒരു ആധുനിക സമൂഹമാക്കി പരിവപ്പെടുത്താൻ എന്തൊക്കെ നൂതന കാഴ്ചപ്പാടുകൾ ആരൊക്കെ അവതരിപ്പിക്കുന്നു എന്നതാവണം പ്രചാരണ വേദികളിൽ മുഴങ്ങിക്കേൾക്കേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മുടെ ഭരണകൂട പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ വർഗീയതയിൽ മുക്കിക്കൊല്ലാനാണ് ആഞ്ഞു പരിശ്രമിക്കുന്നത്. ആ മുതലപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ജനാധിപത്യം, സഹവർത്തിത്വം പോലെയുള്ള ആശയങ്ങളെ മുറുകെ പിടിക്കേണ്ടതുണ്ട്. എല്ലാത്തരം വിഭജനാശയങ്ങളെയും അതിജയിച്ച് ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാടിനെ പുനഃസൃഷ്ടിക്കാൻ, വീണ്ടെടുക്കാൻ നമ്മുടെ തെരഞ്ഞെടുപ്പിന് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.